അങ്ങനെയില്ല പേഴ്സണലി ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചൊരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. എന്റെ മുഖത്തുള്ള ഈ ചിരി കണ്ടില്ലേ? ഈ ചിരി എനിക്ക് പോണില്ല എന്നുള്ളതാ. അതായത് നമ്മുടെ ആർഷോനിട്ട് അടി കിട്ടി. നമ്മുടെ പാലക്കാട്ടെ പ്രശാന്ത് ശിവൻ രണ്ടെണ്ണം കാരണം തീർത്തു കൊടുത്തിട്ടുണ്ട്. മനോരമക്കാർക്ക് CPM-നോടും ആർഷോനോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ആ അടി പൊട്ടുന്ന സമയത്ത് അവർ ക്യാമറ വൈഡാക്കി. അതുകൊണ്ട് തന്നെ അതങ്ങ് കണ്ടു സൂഹിക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം മാത്രമേ പേഴ്സണലി എനിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ അക്രമ രാഷ്ട്രീയം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ എപ്പോഴും പറയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആർഷോയ്ക്ക് അടി കിട്ടിയതിൽ ഇത്രയധികം സന്തോഷിക്കുന്നത് ശരിയാണോ? അതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇപ്പൊ നിങ്ങൾ. എന്തുകൊണ്ട്, എങ്ങനെ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്തുണകൾ കൊണ്ടാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറേയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ എന്റെ വയടയ്ക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് അടിച്ച് നമ്മുടെ ചാനലിൽ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം ഒന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റീച്ച് ഭയങ്കരമായിട്ട് താഴെ പോയി, ആരും കാണരുത്, പേയ്മെന്റ് വരരുത് എന്നൊരു മോട്ടീവ് കൊണ്ട് അത് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നിന്നും മറികടന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടുള്ള ഒരു സഹായം ചോദിച്ചത്. സാമ്പത്തികമായിട്ടുള്ള പിന്തുണ വേണം. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ വീഡിയോസ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ ഒരേ കമന്റ് എങ്കിലും ഇട്ടിട്ട് പോവുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പിന്തുണ മറക്കാതിരിക്കുക എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള പിന്തുണകൾ ചോദിക്കുന്നത് എന്ന് പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് സംശയം വന്നേക്കാം. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. PM ആർഷോ എന്ന് പറയുന്ന സൽസ്വഭാവിയായ CPM-കാരൻ, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും. SFIയുടെ തലപ്പത്ത് ഒരുപാട് നാള് കൊടി കുത്തി വാണിരുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഇയാൾ. സ്റ്റുഡന്റ് നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇവന്റെ പിള്ളേർ ഇപ്പൊ സ്കൂളിൽ പോയനെ. അതാണ് സ്റ്റുഡന്റ്. എത്ര മുതുക്കനായാലും ഇറങ്ങി പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് കോളേജിൽ ഇങ്ങനെ പഠിക്കുക. പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പഠിത്തമാണ്. നമുക്കറിയാം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടൊക്കെ ഉള്ള ഒരു വിഷയത്തിന്റെ പേരിൽ മഹാരാജാസ് കോളേജിൽ വെച്ചിട്ട് ഇയാൾ കാണിച്ചു കൂട്ടിയ കാര്യം, അതായത് ബാരിക്കേഡിന്റെ ഒക്കെ മുകളിൽ കയറിയിരുന്ന് കേരള പോലീസിനെ പച്ചത്തെറി വിളിക്കുന്ന ഈ നേതാവിനെ നമ്മൾ കണ്ടതാണ്. ഇതാണ് ഇയാളുടെ പഠിത്തം. അതായത് കോളേജിൽ ചോദിച്ചാൽ അറിയാം, ഒരു ക്ലാസ്സിലും ഇയാളെ കാണില്ല. അതായത് ഇയാൾ ക്ലാസ്സിലിരുന്ന് മര്യാദ പഠിക്കാൻ വേണ്ടി അല്ല അവിടെ വരുന്നത്, മറിച്ച് അവിടെ രാഷ്ട്രീയം കളിക്കാനാണ് വരുന്നത്. SFIക്കാരുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത എന്താ? അവർക്ക് നാവ് കൊണ്ട് സംവദിക്കാൻ അറിയില്ല. CPM-കാർക്ക് ആർക്കും അറിയില്ല. രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമാണ് ഇവരെങ്ങനെയാണ് കോൺഗ്രസിനോട് എതിരിട്ട് ഇവിടെ ഇത്ര നാളും പിടിച്ചു നിന്നത്? ഇവര് പിടിച്ചു നിന്നത് കയ്യൂക്കുകൊണ്ടാണ്. ഇവർക്ക് ഒന്നും പറഞ്ഞാൽ രണ്ടാമത്തേന് തല്ലാനാണ് അറിയാവുന്നത്, എടാ പോടാന്ന് വിളിക്കാൻ അറിയാവുന്നത്. PM ആർഷോനെ സംബന്ധിച്ചിടത്തോളം PM ആർഷോനെ സംവദിക്കാൻ അറിയില്ല എന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട വീഡിയോയില്. എടാ പ്രശാന്തേ, നിന്റെ ഇതൊക്കെ അങ്ങ് BJP ഓഫീസിൽ വെച്ചാൽ മതി. ഈ എടാ പോടാന്ന് വിളിച്ച് സംസാരിക്കുന്നത് തന്നെ മര്യാദയില്ലാത്ത വർത്താനത്തിന്റെ ലക്ഷണമാണ്. ഞാൻ ഇതുപോലുള്ള ലൈവ് ചർച്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ യൂട്യൂബേഴ്സ് ആണല്ലോ, നമ്മൾ എങ്ങനെയാണല്ലോ കണക്കാക്കുന്നത്. അപ്പൊ മെയിൻ സ്ട്രീം മീഡിയാസ് കയ്യിലെ കാശൊക്കെ ചെലവാക്കി ഇതുപോലെ വേദികളിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആ വഴി പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്നാണ്. അങ്ങനെ നേരിട്ട് കണ്ടിട്ടുള്ള 1-2 സംഗതികൾ വെച്ചിട്ട് ഞാൻ പറയാം. CPM-ഐ എപ്പോഴും എല്ലാ ചർച്ചയിലും കായികപരമായിട്ട് മാത്രമാണ് ഇടപെടാറ്. അതായത് ഈ വേദിയിൽ ഇരിക്കുന്നവരടക്കം അടിക്കാൻ വേണ്ടി വരും എന്നുള്ളതാണ്. ഇവർക്ക് ആശയപരമായിട്ട് ഇവർക്ക് എതിരെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് കോൺഗ്രസ്സുകാരനായിക്കോട്ടെ BJP-കാരനായിക്കോട്ടെ, ഇവർ ആ സീറ്റിൽ പോലും ഇരിക്കില്ല. ഇപ്പൊ ഈ വീഡിയോ വോട്ട് കവല എന്നാണ് ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ പേര്. ഈ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അവിടുത്തെ കുറെ CPM-കാർ എഴുന്നേറ്റ് നിന്ന് ഇവരിങ്ങനെയാണ് എല്ലാവരോടും. അപ്പം പാവപ്പെട്ട കോൺഗ്രസ്സുകാർ നമുക്കറിയാം, അവര് ഗാന്ധിജിയുടെ കാലം മുതൽ അഹിംസാവാദികളാണെന്നുള്ള വെപ്പ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ 1-2 ആൾക്കാർ തിരിച്ചടിച്ചാലായി ബാക്കിയുള്ള എല്ലാവരും തന്നെ പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്ന ഒരു ടീം ആയതുകൊണ്ട് ഇവർക്ക് എതിരിടാൻ വേറെ ആളില്ല. ഇവര് കുത്തകയായി, ഇവർ കയ്യുകൊണ്ട് ഇത്ര നാളും പിടിച്ചു നിന്നു. SFIയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് മാറടി പെലച്ചി തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് ഒരു സഹവിദ്യാർത്ഥിനിയോട്, അത് മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ഒരാളായിപ്പോയി പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറയുന്ന PM ആർഷോ. അപ്പൊ ഇവര് പറയുന്നത് സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം, അതുപോലെ ഈ ജാതി അധിക്ഷേപം ഇതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാം, ശിവപ്രസാദ് ജൂനിയർ ഗോവിന്ദൻ എന്നാണ് അയാളെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അസല് ഗോവിന്ദൻ മാഷ് പറയുന്ന പോലത്തെ പട്ടത്തരാ പറയുന്നത്, പക്ഷെ രൂപം മാത്രം വേറെയാണെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ജാതി അധിക്ഷേപത്തിന്റെ പേരിലേക്ക് ഇപ്പൊ ഇങ്ങനൊക്കെ ജാതി അധിക്ഷേപം നടത്തിയ ഒരു നേതാവിനെ വെച്ചും കൊണ്ടിരുന്നിട്ടാണ് ഇവര് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പൊ ഇതുവരെയും ഇവരുടെ കുത്തക ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഈ മെക്കിട്ട് കയറാനുള്ളൊരു ഒരു സംഗതി. ഞാൻ ശരിക്കും പറഞ്ഞാൽ റഹീം പങ്കെടുത്ത ഒരു പരിപാടി കണ്ടപ്പോഴും ഞാൻ ആലോചിച്ച്, ഇവരെന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? ഇവര് കയ്യൂപ്പ കൊണ്ട് ആളുകളെ അങ്ങ് അടിച്ചമർത്തുന്ന രീതിയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ നാട്ടിലുണ്ടാവില്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായിട്ടുള്ള കുറെ സഖാക്കന്മാര് ആശയം പറഞ്ഞിട്ടാണോ നിൽക്കുന്നത്, അതോ പേടിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്? അപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹിംസ എന്ന് പറയുന്ന ഒരു സംഗതിയോട് എനിക്ക് വലിയ യോജിപ്പില്ല. എന്നാൽ തന്നെയും ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ആശയപരമായി പറയാനുള്ളത് ആശയപരമായി പറയണം എന്ന് പറയുമ്പോൾ പോലും തല്ല് കൊള്ളാൻ അർഹതയുള്ള ചിലർക്ക് തല്ല് കൊള്ളുക തന്നെ വേണം. നമുക്കറിയാം, ബംഗാളിൽ ഇവരുടെ ഈ പറയുന്ന ശരിക്കും പറഞ്ഞ അട്രോസിറ്റി
ഉപദ്രവം സഹിക്കാൻ പറ്റാതായപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ അടിച്ചോടിച്ചത് ഇവനെയൊക്കെ. അപ്പൊ ഈ പറഞ്ഞില്ലേ, നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുമ്പോൾ തിരിച്ച് നമുക്ക് അത് ചെയ്യാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പൊ ചില കാര്യങ്ങളിലെങ്കിലും ഈ പറയുന്നത് പോലെ അടിക്കാൻ വരുന്നയാളെ അടിക്കാനും കൊല്ലാൻ വരുന്നയാളെ തിരിച്ച് പ്രതിരോധിക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആപ്ലിക്കബിൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2 ടേം CPM ഭരിക്കുമ്പോൾ ഇവിടുത്തെ CPM-കാരുടെ തണ്ടെന്താ? പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇവരുടെ പാർട്ടിയിൽപ്പെട്ട ഞാനൂളുകൾക്ക് വരെ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം വരുമെന്ന് നമ്മൾ പറയാറുണ്ട്. ചുമ്മാ പറയുന്നതല്ല, അതൊക്കെ കാണുന്നത് കൊണ്ട് പറയുന്നതാ. ഈ 2 ടേം ഒരുമിച്ച് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിലത്തൊന്നും അല്ല. വലിയ രീതിയിലുള്ള അഴിമതി, വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥത, വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതം. എന്തിന്? അയ്യപ്പന്റെ സ്വർണം പോലും വെറുതെ വിടാതെ ഈ കളി ഇവര് കളിക്കുമ്പോ അപ്പുറത്ത് ഇന്നോട്ട് VD സതീശനും ടീമും കയ്യും കാലിട്ടടിക്കുന്നുണ്ട്. അയ്യോ നമ്മൾ ഇവരെ ഇറക്കും. നമുക്കറിയാം, അതായത് വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളായ നമുക്കറിയാം VD സതീശനെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടത്തില്ലെന്നുള്ളത്. ശരിയല്ലേ? കോൺഗ്രസ്സുകാർ എന്താ ചെയ്യാൻ പോകുന്നത്? കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സില്, അതുപോലെ ആ യാത്രയൊക്കെ വന്ന സമയത്ത് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി പാവപ്പെട്ട കോൺഗ്രസ് പിള്ളേര് വന്നിട്ട് എന്തായിരുന്നു അവർക്ക് കിട്ടിയത്? വോളണ്ടിയർമാരെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ആൾക്കാരെ തലതല്ലി പൊളിക്കുക. ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും ഒക്കെ അമ്മാതിരി അടി. ഈ നിമിഷം വരെയും അത് രക്ഷാപ്രവർത്തനമാണ് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെ തിരിച്ചു തല്ലണ്ടേ? ഇവരോട് അഹിംസയാണോ കാണിക്കേണ്ടത്? അല്ലല്ലോ. ഇവർക്ക് തിരിച്ച് ഈ അടി, തൊഴി, പിച്ച്, അതുപോലെ ഈ തല അല്ലി പൊളിക്കുന്നു, ഇതൊക്കെ ഇത്തിരി വേദനയുള്ള കാര്യമാണെന്നുള്ളത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പൊ കൊടുക്കണ്ടേ തിരിച്ച്? ആര് കൊടുക്കും? അന്നും വലിയ രീതിയിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായിരുന്നു. അവർ ചോദിച്ചാൽ എന്ത് ക്രൂരതയാണ് ഈ കാണിക്കുന്നത്? കരിങ്കൊടി കാണിക്കാൻ വരുന്ന ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. സമരമുറയിൽ അങ്ങനെയാണല്ലോ. അല്ലാതെ ആരാ എന്താണെന്നറിയാത്ത കുറെ CPM-കാർ ഇങ്ങോട്ട് ഇറങ്ങി വോളണ്ടിയേഴ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് അടിക്കുന്നതിന് എങ്ങനെയായിരിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇതൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതല്ലാതെ ഇവരെ നിലക്ക് നിർത്താനോ ഈ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനോ ആർക്കും സാധിച്ചില്ല. ഒരു ദിവസം യുവമോർച്ച ഇറങ്ങി. നിങ്ങൾ കണ്ടായിരുന്നോ അതിന്റെ വീഡിയോ? യുവമോർച്ച ഇറങ്ങിയിട്ട് എന്താ ചെയ്തത്? യുവമോർച്ച വടിയായിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഇങ്ങോട്ടെല്ലാം വന്ന വോളണ്ടിയേഴ്സിനെ അടിച്ചങ്ങോടിച്ചു. നല്ല അടി കൊടുത്തു എന്ന് പറഞ്ഞാൽ നല്ല അടി കൊടുത്തു. അത് അതിന് മുമ്പത്തെ വീഡിയോയില് കോൺഗ്രസ് പിള്ളേരെയൊക്കെ തല്ലുന്ന ഒരു ഇച്ചിരി വണ്ണമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. അയാൾക്ക് നന്നായിട്ട് തിരിച്ചു കീറി കിട്ടിയായിരുന്നു. ഓടുന്ന ഓട്ടം കാണുമായിരുന്നു. അപ്പോ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഗുണ്ടകളെ ഒതുക്കാൻ അതിലും കഴിവുള്ള, അല്ലെങ്കിൽ ആർജവമുള്ള, ധൈര്യമുള്ള, നട്ടലുള്ള ആരെങ്കിലും ഒക്കെ തന്നെ വരണം. കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കോൺഗ്രസ്സുകാർ കൂടിയാൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, ഈ ഷാഫി പറമ്പിലിനെ പോലുള്ള കുറച്ച് ആളുകൾക്കാണ് കുറച്ചെങ്കിലും ഈ പറയുന്ന പോലെ മുട്ടി നിൽക്കാനുള്ള ധൈര്യമുള്ളത്. പക്ഷെ ഷാഫി പറമ്പിലിന്റെ പുറകിലുള്ള ആ ധൈര്യം എന്താണ്? ആ ധൈര്യം ലീഗാണ്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാണ്. ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ് ഇവർക്കുള്ളത്. അതൊരിക്കലും കേരളത്തിലെ ആളുകൾക്ക് ട്രസ്റ്റ്വർത്തി ആയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഈ പറയുന്ന ഇപ്പൊ തന്നെ തട്ടത്തിന്റെ പേരിലും അതുപോലെ ഈ തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഇവിടെ നിലനിൽക്കെ അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ നമ്മളെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏത് രീതിയിലായിരിക്കും നീതി നിഷേധങ്ങൾ ഉണ്ടാവുക എന്നൊരു കാര്യം ചിന്തിക്കുമ്പോൾ അതിനെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ BJP-യുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന വ്യക്തി ഫിസിക്കലി എത്ര ഫിറ്റ് ആണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിനു മുമ്പ് കോൺഗ്രസ്സുകാരുമായിട്ട് വഴക്കുണ്ടായിരുന്ന സമയത്തും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ ഉണ്ടായിരുന്ന സമയത്തും പ്രശാന്ത് ശിവനെ അങ്ങ് കയറി അങ്ങ് ഉണ്ടാക്കി കളയുമെന്ന് പറഞ്ഞപ്പോൾ ആണൊരുത്തനായിട്ട് അവരുടെ ഓഫീസിന്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കൊണ്ട് വാടാ എന്ന് പറഞ്ഞപ്പോൾ ഓഫീസും കൂട്ടി പോയ ടീമാണ് ഈ കോൺഗ്രസ്സുകാർ. അപ്പൊ ഈ ധൈര്യമുള്ള ആളുകൾക്ക് ഇനി ഈ പറയുന്ന ഗുണ്ടകളോട് എതിർത്ത് നിൽക്കാൻ കഴിയും. ആർഷോന്റെ കാരണത്ത് പൊട്ടിയ അടി നല്ല രീതിയിലുള്ള അടി ആയതുകൊണ്ടാണ് ആർഷോന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഇതാ കണ്ടു. അയ്യോ പാവം, അയ്യോ ആ മുഖം കണ്ടില്ലേ? എന്റെ ദൈവമേ, ഇതുവരെ ദേഹം നൊന്തൊരടി കിട്ടിയിട്ടില്ല. അതിന്റെയാ തന്തേം തള്ളയടക്കം നല്ല പോലെ അടിച്ച് വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ പാഴായി പോകത്തില്ല. കിട്ടിയല്ലോ, ഇരിപ്പതാ. എന്നിട്ട് ഈ സഖാവ് അപ്പുറത്ത് മാറി കണ്ണീര് തുടച്ചിട്ട് ഒരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് ചാണകത്തെ ചവിട്ടാതിരിക്കുന്നതും എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് അതെന്ന് പറഞ്ഞത്. പക്വത എന്നൊക്കെ പറയാനായി കേട്ടോ PM-മാർ ഷോ. അല്ലാതെ പേടിച്ചിട്ടല്ല. ഒന്ന് ചവിട്ടി നോക്കാൻ പാടില്ലായിരുന്നോ? അയ്യോ സത്യം പറഞ്ഞാൽ എനിക്ക് മതിയായില്ല. ഈ 2 അടി പോരായിരുന്നു. ഇയാൾ ഒരു കൈ പൊക്കിയിരുന്നെങ്കിൽ PM-മാർ ഷോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതിന്. സത്യം പറഞ്ഞ CPM-ലുള്ള ആൾക്കാർ വരെ ഈ കാര്യത്തിൽ ഹാപ്പി ആണെന്നാണ് പേഴ്സണലി എനിക്കറിയാവുന്നത്. നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് പേര് ഹാപ്പിയാണ്. അവനിട്ട് 2 കിട്ടേണ്ടതായിരുന്നു, കിട്ടിയത് കുറഞ്ഞുപോയി എന്നാണ് പലർക്കും പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇയാള് ഇപ്പൊ SFIയുടെ കൊടികുത്തലും കാര്യങ്ങളും ക്രൂരതകളും ഒക്കെ അവിടെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് അത് മാറ്റി ഇപ്പൊ CPM-ലേക്ക് വന്നിട്ടുണ്ട്. CPM-ൽ ഒരു മെമ്പറായിട്ട് തന്നെ കയറി വലിയ നേതാവായിക്കൊണ്ടാണ് ഇപ്പൊ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നാളെ ഈ CPM-ന്റെ ഒരു മന്ത്രിസഭ ഉണ്ടാകുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മന്ത്രിയായിട്ടോ ഒക്കെ ഈ പറയുന്നവരെ നമ്മൾ ചുമക്കേണ്ടി വരും. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് വേണോ?
അത് വേണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ തന്നെ നിരക്ഷരരായ LLB ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നിരക്ഷരരായ ആളുകളാണ് നമ്മളെ കൂടുതലും ഭരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വിഷയം വന്നാൽ അത് കൃത്യമായി പഠിച്ച് അതില് കൃത്യമായ ഒരു നിലപാട് പോലും പറയാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാവിലെ പറയുന്നത് വേറെ, ഉച്ചക്ക് പറയുന്നത് വേറെ, രാത്രി പറയുന്നത് വേറെ. ഇതാ PMCയുടെ കാര്യത്തിൽ ഇപ്പോ ഇവരുടെ CPIയുടെ വാക്ക് കേട്ട് മരവിപ്പിച്ചു, ആ ഫണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഒക്കെ നഷ്ടം നമുക്കാണ്. അപ്പൊ ഇത്തരക്കാര് ഭരിക്കുമ്പോൾ ഇവരുടെ പോക്കറ്റിൽ കാശ് വരിക എന്ന കാര്യത്തിൽ ഒഴികെ മറ്റൊന്നിലും ഇവര് ഫോക്കസ്ഡ് അല്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഭരിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ഈ വ്യക്തികൾക്ക് ഇനി എന്തിനാ നമ്മൾ വോട്ട് കൊടുക്കുന്നത്? ഇപ്പൊ PMR ഷോയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ PMR ഷോന്റെ കൂടെ തന്നെ ഒരു വിദ്യ ഉണ്ടായിരുന്നു, ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തിയ വിദ്യ. ഇപ്പൊ കാണാനില്ലല്ലോ. സർട്ടിഫിക്കറ്റ് തിരുത്തിയപ്പോ വിദ്യനെ CPM സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് വിദ്യ പറയുന്നത്. അതുപോലെ തന്നെ PP ദിവ്യനെയും CPM സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവർ പ്രതീക്ഷിക്കുന്ന ഇതാണ്, അതായത് കൊള്ളരുതാത്ത എല്ലാ ആൾക്കാരും ഒരു കൊടക്കീഴിൽ വന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്ത് വൃത്തികേട് കാണിച്ചാലും പാർട്ടി സപ്പോർട്ട് ചെയ്യും എന്ന ധൈര്യം ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഈ പാർട്ടിയിലുള്ളത്. PMR ഷോ എന്ന് പറയുന്ന വ്യക്തി 36 ക്രിമിനൽ കേസുള്ള വ്യക്തിയാണ്. നിങ്ങൾക്കറിയാമോ? 36 കേസുള്ള ഇവരാണ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നു നിന്നുകൊണ്ട് ഈ സംസാരിക്കുന്നത്. എന്ത് യോഗ്യത ഇരിക്കുന്നത്? ഒരു വിദ്യാർത്ഥിനെ വളഞ്ഞിട്ട് മർദ്ദിച്ച കേസ് വരെ ഇയാളുടെ പേരിലുണ്ട്. സ്ത്രീ വിഷയമുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ, ജാതി അധിക്ഷേപ കേസുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എത്ര ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അവർക്കൊക്കെ ക്രിമിനൽ കേസ് ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ക്രിമിനൽ കേസ് ഉണ്ടാക്കി, ഈ രീതിയിൽ ക്രിമിനൽ കേസ് ഉണ്ടാക്കി വരുന്ന ആളുകൾ നമ്മളെ ഭരിക്കാൻ വന്നാൽ എങ്ങനെയാണ് റെഡിയാവുന്നത്? അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം, നാളെ ഇവിടെ CPM ഭരണത്തിൽ നിന്ന് ഇറങ്ങി UDF ആണ് കയറുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? UDF ആണ് കയറുന്നതെങ്കിൽ 2 വർഷം തികക്കില്ല, അതിനു മുമ്പ് രാജിവെച്ച് ഇറങ്ങേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPMന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ പ്രക്ഷോഭങ്ങളായിക്കോട്ടെ, സമരങ്ങളായിക്കോട്ടെ, ഇതുവരെ ഈ 10 വർഷം അവർ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രം സമരം ചെയ്യാതെ വിട്ട 1000 കാര്യങ്ങളുമായിട്ട് അവർ നിരത്തിലിറങ്ങും. വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാവും, വലിയ രീതിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാവും. അതൊന്നും കൂടാതെ ഫണ്ട് പരമായിട്ട് ഖജനാവിൽ പൂച്ച വെറ്റി കിടക്കുക. കാലിയായിട്ടുള്ള ഒരു ഖജനാവാണ് എടുത്ത് ഈ പറയുന്ന സതീശൻ അല്ലെങ്കിൽ ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യാനാ? അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് BJP ആണ് ഭരിക്കുന്നതെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം, ഹൈപ്പോത്തറ്റിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കാം. BJP ആണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ റോഡിലിറങ്ങി ഈ പറയുന്ന പോലെ പ്രക്ഷോഭം നടത്തി ഈ കാണിക്കുന്ന ആൾക്കാരെ ഒതുക്കും. അവർക്ക് ഈ മതത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ത്രട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവരൊക്കെ ഈ പറയുന്ന പോലെ നിയമം അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കും. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ BJPക്ക് ഫണ്ടിന് യാതൊരു കുറവുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അവർക്ക് ഒരുപാട് ഫണ്ടുണ്ട്. ഈ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ പാർട്ടി BJP ആണ്. അതുകൊണ്ട് തന്നെ ഫണ്ടിന് അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഖജനാവിൽ കാശില്ലെങ്കിലും അവര് കാര്യങ്ങൾ നടത്തും വലിയ രീതിയിൽ. ഇപ്പൊ ഇന്ത്യ തന്നെ 9 വർഷം മുമ്പ് അല്ലെങ്കിൽ നരേന്ദ്രമോദി കയറുന്നതിന് മുമ്പ് ഏത് രീതിയിലായിരുന്നു നിന്നത്? മാറ്റങ്ങൾ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര മറച്ചു വെച്ചാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ എതിരിട്ട് നിൽക്കാൻ ആകെ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ BJPക്കാണ് എന്നതിന്റെ ഒരു വലിയ തെളിവും കൂടിയാണ് ഇപ്പൊ കണ്ടത്. ആർഷോയെ പോലുള്ളവരെ ഒതുക്കണം എന്നാണ് ഒരു സാധാരണ കേരളീയൻ എന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വേറെ വഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംഗതി. ഞാൻ സംഖ്യയാണ് എന്നാണ് പറയുന്നെങ്കിൽ ഞാനിപ്പോ സംഖ്യയാണെന്നോ അല്ലെങ്കിൽ കമ്മിയാണെന്നോ കൊങ്ങിയാണെന്നോ ഒക്കെ പറഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും മുഖവില കിടക്കുന്ന വ്യക്തിയല്ല. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ എവിടെ നമ്മൾ പറയണം. സംഖ്യ ആയാലും എന്താ കുഴപ്പം? ഒന്നില്ലെങ്കിലും സംഖ്യകൾക്ക് ധൈര്യമുണ്ട്, വഴപ്പിണ്ടികളല്ല ചില കോൺഗ്രസ്സുകാരെ പോലെ. അപ്പൊ ഭരിക്കാൻ വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കയ്യൂക്ക് കാണിച്ച് ഇവിടെ ഞങ്ങൾ എന്തൊക്കെയോ അങ്ങ് ഉണ്ടാക്കും എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പരസ്പര ബഹുമാനമില്ലാതെ ആശയപരമായി സംവദിക്കാൻ അറിയാതെ ഇതുപോലെ ഡയലോഗ് അടിക്കുന്നവർക്ക് 2 അടി കിട്ടണ്ടേ? അപ്പൊ 2 അടി കിട്ടി, അതിലെല്ലാവരും സന്തോഷിച്ചിരിക്കുന്നു. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.